7 ദിവസത്തെ ആക്രമണത്തിന് ശേഷം അയൽ രാജ്യങ്ങളിലേക്കുള്ള ആക്രമണം തങ്ങൾ നിർത്തുകയാണെന്ന് ഇറാൻ പ്രഖ്യാപിച്ചു. എന്ന് മാത്രമല്ല, ഇനി അവരുടെ ബേസിൽ നിന്ന് ആക്രമിച്ചാൽ മാത്രമേ തിരിച്ച് പ്രത്യാക്രമണം ഉണ്ടാവൂ എന്നും പ്രഖ്യാപിക്കുകയുണ്ടായി. യഥാർത്ഥത്തിൽ ഈ 7 ദിവസത്തെ ആക്രമണം കൊണ്ട് ഇറാൻ ഉദ്ദേശിച്ച ലക്ഷ്യം നടന്നോ, എന്തായിരുന്നു സന്ദേശം എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണ്. ഇറാൻ തങ്ങളുടെ നേരെ ആക്രമണമുണ്ടായപ്പോൾ ആദ്യം തന്നെ തിരിച്ചടിച്ചത് മിഡിൽ ഈസ്റ്റിലുള്ള അമേരിക്കൻ ബേസുകളിലേക്കാണ്. അമേരിക്കയുടെ ബേസുകളെന്ന പേരിൽ മറ്റാരിൽ നിന്നോ ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ സംരക്ഷിക്കാനെന്ന പേരിൽ അവിടെ താവളമുണ്ടാക്കി വളരെ അഭിരമിച്ച് നല്ല പണക്കൊഴുപ്പോടെ സന്തോഷത്തോടെ തിളച്ചു മറിഞ്ഞാണ് ഈ രാജ്യങ്ങളിൽ ഈ ബേസുകൾ ഉണ്ടാക്കി വച്ചിരിക്കുന്നത്. ഈ ബേസുകളെല്ലാം തീറ്റിപ്പോറ്റുന്നതിനും ബാക്കി എല്ലാ കാര്യങ്ങൾക്കുമെല്ലാം അറബി ലോകത്തിൻ്റെ പണമാണ് ഇവരുപയോഗിക്കുന്നത്. അവിടെ നിന്നാണ് പല ആക്രമണങ്ങളും നടത്തിയിട്ടുള്ളതും എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഒരിക്കൽ ഇറാഖിൻ്റെ അധിനിവേശ സമയത്തുണ്ടായ ഭയം മുതലെടുത്താണ് ഇങ്ങനെ ഒരു സംഗതി ഉണ്ടാക്കിയത്. പിന്നീട് ഇറാന് ചരിത്രപരമായി മിഡിൽ ഈസ്റ്റിനോട് എന്തോ പകയുണ്ടെന്ന് വരുത്തി തീർക്കലും. പക്ഷേ മുഹമ്മദ് ബിൻ സൽമാൻ ക്രൗൺ പ്രിൻസ് ആയതോടുകൂടി ഇറാനുമായി സെറ്റിൽ ചെയ്യുകയും മഞ്ഞുരുക്കം നടക്കുകയും ഒക്കെ ചെയ്തു എന്ന് മാത്രമല്ല, ഈ 10-75 വർഷങ്ങൾക്കിടയിൽ ഒരിക്കൽ പോലും ഇറാൻ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലേക്ക് എന്തെങ്കിലും തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു. എന്നാൽ അതുണ്ടെന്ന പ്രതീതി ജനിപ്പിച്ചാണ് ഇത്തരമൊരു സംഗതി ചെയ്തു പോന്നിരുന്നത്. ആയത്തുള്ള ഖാംനെയി 36 വർഷം വന്നതിന് ശേഷവും അത്തരമൊരു ആക്രമണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഈ സാഹചര്യം മുതലെടുത്ത് ഇത് ഉപയോഗിച്ചു എന്ന് മാത്രമല്ല, തങ്ങളുടെ സ്കൂൾ കെട്ടിടത്തിലേക്ക് അടിച്ചത് ദുബായ് ബേസിൽ നിന്നാണ് അമേരിക്ക എന്ന വാദം കൂടി വന്നപ്പോഴാണ് കൂടുതൽ വികാരപരമായി ഇതിൽ ഇറാൻ പ്രതികരിച്ചത്. ആ പ്രതികരണമാണ് പലപ്പോഴും ഈ അക്രമങ്ങൾക്കിടയാക്കിയത്. മിഡിൽ ഈസ്റ്റിലുണ്ടായ ആക്രമണം എല്ലാവരെയും വല്ലാതെ ആശങ്കപ്പെടുത്തിയിരുന്നു. അവിടുത്തെ മനുഷ്യരുടെ പ്രയാസങ്ങളും അതിങ്ങി കേരള നാടുകളിൽ ബാധിക്കുന്നത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ. എന്നാൽ വളരെ പൊടുന്നനെ ഇറാൻ അത് അവസാനിപ്പിക്കുകയാണെന്നാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇനി ആ ബേസുകളിൽ നിന്ന് തങ്ങളെ ആക്രമിച്ചാൽ മാത്രമേ തിരിച്ചാക്രമണം ഉണ്ടാകൂ എന്നും ഇറാൻ അറിയിച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ ബദ്ധശത്രുതയോ അല്ലെങ്കിൽ ആ നാടിനോടുള്ള വൈരാഗ്യമോ ഒന്നുമായിരുന്നില്ല ഈ ആക്രമണത്തിൻ്റെ കാരണം. അവിടങ്ങളിൽ അമേരിക്കൻ പേരിൽ ഇസ്രയേലും അമേരിക്കയും ചേർന്ന് നടത്തുന്ന പടയൊരുക്കങ്ങളെ തകർക്കുകയായിരുന്നു. കുവൈറ്റ് ബേസും ബഹ്റൈൻ ബേസും UAE ബേസും ഒക്കെ കാര്യമായ നാശനഷ്ടമുണ്ടാക്കി തകർത്ത് കളഞ്ഞു. എന്ന് മാത്രമല്ല, ഇവരുടെ സംരക്ഷണം കൊണ്ട് തങ്ങൾ സുരക്ഷിതരാണ് എന്ന ഒരു ബോധം, ആ ബോധത്തിലൂടെ ലഭിക്കുന്ന ഒരു കീഴടങ്ങൽ ഇനി അമേരിക്കൻ ശക്തികളോട് നടത്തേണ്ടതില്ല എന്നൊരു സന്ദേശം കൂടിയുണ്ട്. എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ ബേസ് ഉണ്ടെങ്കിൽ പിന്നെ തങ്ങൾക്കൊന്നുമില്ല, തങ്ങൾ എല്ലാ അർത്ഥത്തിലും സുരക്ഷിതരാണ് എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ കപ്പം കൊടുത്തും കൂടുതൽ കൈക്കൂലി കൊടുത്തും ഇങ്ങനൊരു അമേരിക്കൻ ഗുണ്ടയെ മിഡിൽ ഈസ്റ്റിൽ തീറ്റിപ്പോറ്റേണ്ടതില്ല, ആക്രമിച്ചാൽ ആക്രമണ സ്ഥലങ്ങൾ കൃത്യമായി പതിക്കുമെന്നും അതിന് സാധ്യതയുണ്ടെന്നും ഇറാൻ ഈ 7 ദിവസങ്ങളിൽ ബോധ്യപ്പെടുത്തുകയായിരുന്നു. ഏതായാലും അതിൻ്റെ സാഹചര്യം അവസാനിച്ചതുകൊണ്ട് അങ്ങനെ അത് നിർത്തിവെക്കുകയാണ്. ഇത് മിഡിൽ ഈസ്റ്റിനും ഒരു തിരിച്ചറിവിൻ്റെ പാഠമാകണം. അമേരിക്കൻ ഗുണ്ട കയ്യിലുണ്ടെങ്കിൽ തങ്ങൾ സുരക്ഷിതരാണ് എന്ന ബോധവും, അതോടൊപ്പം അമേരിക്കൻ ഗുണ്ടയ്ക്ക് എല്ലാ താവളവും നൽകി ഈ നൽകുന്നത് മുഴുവൻ സയനിസ്റ്റ് മൂവ്മെൻറ്റിന് ലോകത്ത് ശക്തി പകരുന്നതിനാണെന്ന ബോധവും അവർക്കുണ്ടാകുന്നത് നല്ലതാണ്.